Hello friends, welcome back. In this video, we are going to discuss, average fixed cost, then average variable cost, then average total cost. Okay, cost mai bandhapatta videos le part C, section 2. Right. Part C le section 1 le നമ്മൾ already discuss ചെയ്തിട്ടുണ്ട് ഒരു ഫേമുമായി ബന്ധപ്പെട്ട കോസ്റ്റിലെ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, then total cost. Okay, total fixed cost plus total variable cost is equal to total cost. ആ വീഡിയോ A to Z വാച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പാർട്ട് സിയിലെ സെക്ഷൻ 2 മായി ബന്ധപ്പെട്ട ഈ വീഡിയോ വാച്ച് ചെയ്യാൻ. സി ആവറേജ് ഫിക്സഡ് കോസ്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കൺസെപ്റ്റ്. ഓക്കെ, കൺസെപ്റ്റിൽ നല്ല ക്ലാരിഫിക്കേഷൻ വേണം. തറവായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങളാണ്. സി ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം പോപ്പുലറായിട്ട് നമ്മുടെ നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട പെർ ക്യാപിറ്റ ഇൻകം, isn't it? Per capita income is equal to national income divided by population. അല്ലേ? ആവറേജ് ഇൻകം കാണാനാണ് പെർ ക്യാപിറ്റ ഇൻകം മെഷർ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, നിങ്ങൾക്ക് ആവറേജ് കാണാൻ കോസ്റ്റുമായി ബന്ധപ്പെട്ട ആവറേജ്. സി ഹിയർ ഫിക്സഡ് കോസ്റ്റിൻ്റെ ആവറേജ് എടുക്കുകയാണ് നിങ്ങൾ. ദാറ്റ് ഈസ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, AFC. റൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സി ആവറേജ് ഫിക്സഡ് കോസ്റ്റ് AFC ഈസ് fixed cost per unit of output. That is, average fixed cost. Fixed cost per unit of output. How can you measure average fixed cost? നമുക്കറിയാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അല്ലേ, കോസ്റ്റ് ഓൺ ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, മെഷീനറീസ്, അതുപോലെ ബിൽഡിങ്, അതുപോലെ മാനേജ്മെൻറ്റ്, ഇങ്ങനെ ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളാണ്, ഫിക്സഡ് ആണ്. നമുക്കറിയാം ടേബിള് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ ഗ്രാഫൊക്കെ വരച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് പാർട്ട് സിയിലെ സെക്ഷൻ 1. So here average fixed cost, you can easily measure AFC. That is, average fixed cost is obtained by dividing TFC. TFC means total fixed cost by the level of output. Okay, see simply you can measure like this. That is average fixed cost is equal to total fixed cost divided by the level of output, TFC by Q. ചില പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം TFC by N or TFC by X. ഏത് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ബട്ട് വെൻ യു എക്സ്പാൻഡ് ഇറ്റ് or when you that is explain this concept, you can just say AFC represents average fixed cost, TFC means total fixed cost, Q is equal to it is the level of output. Q is equal to level of output. Okay, it is really very simple to understand. That is average fixed cost. Then what is the shape of the average fixed cost curve? That is also very very important. Okay, നിങ്ങൾ ഇവിടെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. That is average fixed cost declines as output increases. Okay, ഒരു ഫേം ഉൽപാദനം കൂട്ടുന്നതിനനുസരിച്ച് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യും? ഡിക്ലൈൻ ചെയ്യും, ഫോൾ ചെയ്യും. ഇറ്റ് വിൽ കണ്ടിന്യൂസ്ലി ഡിക്ലൈൻ വെൻ ദ ഫേം എക്സ്പാൻഡ്സ് ഇറ്റ്സ് പ്രൊഡക്ഷൻ. ഓക്കെ, ഫേമിൻ്റെ ഔട്ട്പുട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ ഫേമിൻ്റെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്? കണ്ടിന്യൂസ്ലി ഫോളോ. ദാറ്റ് ഈസ് വൈ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് ഈസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. പ്ലീസ് നോട്ട് ദാറ്റ് പോയിന്റ്. നമുക്കറിയാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്. ഔട്ട്പുട്ടിൽ എത്ര കൂടിയാലും കുറഞ്ഞാലൊക്കെ എന്താണ്? ഫിക്സ്ഡ് ആയിട്ട് അവിടെ കിടക്കും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ബട്ട് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്? കണ്ടിന്യൂസ്ലി ഫാൾസ്. ദാറ്റ് ഈസ് AFC declines as output increases. We can simply draw the average fixed cost curve is like this. See, this is the curve O X. We can take output Q, and OY axis cost. See, this is the shape of the average fixed cost curve. Okay, listen. See here, it is continuously declines when output increases. Level of output കൂടുന്നതിനനുസരിച്ച് എന്താണ്?
ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് ഇങ്ങനെ ഡിക്ലൈൻ ചെയ്ത് വരുന്നു. ദാറ്റ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ കർവ് ഈസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഇതാണ് കീവേഡ് ആണ്, നോട്ട് ചെയ്യുക, ഹൈപ്പർബോള. ഇസ്n't it? ഈ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലുണ്ടാവണം. നിങ്ങൾ എക്സാമിന് ഇത് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഒരു 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് obtained by dividing total fixed cost by the level of output. You can just draw this figure. വെരി ഷോർട്ട് ആൻസർ ആണെങ്കിലും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കാരണം ഇതൊക്കെ ഫിഗർ ഡ്രോ ചെയ്യാൻ വളരെ ഈസിയാണ്. ദെൻ ദ ഷേപ്പ് ഓഫ് ദ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് ഈസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഏത് എക്സാമിനർ വാല്യൂ ചെയ്യുകയാണെങ്കിലും ഫുൾ മാർക്കാണ് ഗ്യാരണ്ടി. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാനുള്ള റീസൺ എന്താണ്? കാരണം എന്താ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് സെയിം ആണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ 100 ആണെങ്കിൽ ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിലും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 100 ആണ്. ഔട്ട്പുട്ട് 0 ആണെങ്കിലും എന്താണ്, 100 ആണ്. ഔട്ട്പുട്ട് 1 ആണെങ്കിലും എന്താണ്, ഫിക്സഡ് കോസ്റ്റ് 100 ആണ്. ബട്ട് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് TFC by Q ആണ്. അപ്പോൾ നിങ്ങൾ ഡിനോമിനേറ്ററിൽ എന്താണ്, ഔട്ട്പുട്ട് ഇങ്ങനെ കൂടുകയാണ്, 1 2 3 ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യും, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കാണുമ്പോൾ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഓക്കെ, ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ടേബിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ഒക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ദിസ് ഈസ് അബൌട്ട് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്. റൈറ്റ്, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ദാറ്റ് ഈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. റൈറ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്. എക്സാമിനൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ് ആണ് കേട്ടോ, ABC. See, average variable cost, we can simply say average variable cost, AVC is variable cost, isn't it? Variable cost per unit of output. Per unit of output, that is in a Q. See, average variable cost is variable cost per unit of output, isn't it? That is, you can easily obtain average variable cost by dividing total variable cost by the level of output. That is, average variable cost is equal to total variable cost divided by Q. See, average fixed cost explain ചെയ്താൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. Total variable cost divided by the level of output, then you will get average variable cost. So you can simply say average variable cost is variable cost per unit of output, isn't it? Average variable cost. Now what is the shape of the average variable cost curve? That is really very interesting. See, this is the curve. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. Average variable cost, OX and OY axis. Here output, you can take here cost. See, average variable cost. This is the shape of the curve, U-shaped curve. Okay, please note this point, U-shaped curve. See, what is the shape of average variable cost? It is U-shaped. Then what is the shape of the average fixed cost curve? It is rectangular hyperbola. Right. Now interestingly, you can just understand that here this is the curve, average fixed cost. Here average variable cost. Okay, short run average variable cost. Right. Now you can simply understand. See, initially average variable cost declines and reaches at the minimum level. Then after that average variable cost goes on increasing. This is the shape of the average variable cost. Okay, initial point എന്താണ്, average variable cost continuous ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. Then ഏറ്റവും മിനിമം പോയിന്റിൽ എത്തുന്നു. ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച രീതിയിൽ ഒപ്റ്റിമൽ പൊസിഷനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, കാരണം ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റിയും എല്ലാ ഫേം വളരെ മികച്ച രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും, മിനിമം ആയിരിക്കും. ആഫ്റ്റർ ദാറ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് വിൽ ഇൻക്രീസ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഇങ്ങനെ ഒരു ഷേപ്പ് വരാനുള്ള കാരണം ഓപ്പറേഷൻ ഓഫ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ഓക്കെ,
ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. കൺഫ്യൂസ്ഡ് ആവേണ്ട, നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതാണ്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ് ആണത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് ആണത് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഒരു എസ്സേ നമുക്ക് 100% എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. വി വിൽ ഡിസ്കസ് ഇൻ ദി കമ്മിങ് വീഡിയോസ്. സി ദിസ് ഈസ് അബൌട്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. നൗ വി ക്യാൻ ഡിസ്കസ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് ഓർ ആവറേജ് കോസ്റ്റ്. We can see average total cost or average cost. Another simple topic here, average cost or average total cost. ATC and AC എന്ന് പറഞ്ഞ സെയിം ആണ് കേട്ടോ. Average total cost or average cost is cost per unit of output, isn't it? നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആണ് AFC ആണ്, ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ദെൻ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ABC ആണ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. See here total cost per unit of output. Another total cost is equal to, നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം total cost is equal to total fixed cost plus total variable cost. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. Now we are going to find out see average total cost or average cost, that is equal to total cost divided by Q. Okay, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. See, average cost is equal to total cost by Q. You can easily secure or obtain average cost or average total cost by dividing total cost by the level of output. Okay, here there are two ways in which we can easily find out the average cost. First one is that total cost by Q. Then another thing is that we know that total cost is equal to total fixed cost plus total variable cost. Here previous sectionൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. See average fixed cost എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. See average fixed cost is equal to total fixed cost by Q. Okay, then similarly average variable cost is equal to total variable cost by Q. Then similarly average cost is equal to total cost എന്ന് പറഞ്ഞാൽ എന്താ, TFC plus TBC ആണ്. Then average cost എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? See average cost is equal to TC by Q. That means TFC plus TVC by Q എന്ന് പറഞ്ഞാൽ എന്താണ്, average cost ആണ്. That is average cost. We can simply say average cost is equal to average fixed cost plus average variable cost. Okay, നിങ്ങൾ ബോക്സ് ആക്കി നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് ആണ്. See, average cost is equal to AFC plus AVC. Or you can simply write down average cost is equal to TFC by Q plus TVC by Q. You can also write down like this. AC is equal to TFC by Q plus TVC by Q. അതെന്താ, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ബൈ Q എന്ന് പറഞ്ഞാൽ ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ബൈ Q എന്ന് പറഞ്ഞാൽ എന്താണ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. സോ യു ക്യാൻ സിംപ്ലി സേ ആവറേജ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു total fixed cost plus total variable cost by Q. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത എന്താണ്, ദിസ് ഈസ് AC is equal to AFC plus AVC. മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെ രീതിയിൽ നിങ്ങൾ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. Another important thing is that what is the shape of average cost or average total cost. Now we can represent average cost curve. See, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ് average cost curve. Okay, it is really very interesting to note the shape of average cost curve. Okay, OX axis you can see level of output or Q, or Y axis we can take cost. See, this is the shape of average cost curve, AC or average total cost curve. Okay, short run average cost. We are discussing all these concepts related to short run. Okay, right. See, this is the shape of average cost curve. That is U-shaped curve. Okay, U-shaped curve. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ U-shaped curve. That is in the initial stage you can see average cost curve declines, then reaches minimum point. Okay, ഈ മിനിമം പോയിന്റിൽ എത്താന്ന് പറഞ്ഞാൽ എന്താ, ഫേം വളരെ ഒപ്റ്റിമം ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യാണ്. ഓക്കെ, വളരെ ഫാന്റാസ്റ്റിക് ആയിട്ട് വളരെ നല്ല രീതിയിൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ
പ്രവർത്തിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ആവറേജ് കോസ്റ്റ് ഈസ് മിനിമം. ആഫ്റ്റർ ദാറ്റ് ആവറേജ് കോസ്റ്റ് വിൽ ഇൻക്രീസ്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഷേപ്പ് ഓഫ് ആവറേജ് കോസ്റ്റ് കർവ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് കർവിന്റെ ഷേപ്പ് എന്താണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോള. ദെൻ സിമിലർലി ആവറേജ് വേരിയബിൾ കോസ്റ്റ് യു ഷേപ്പ്ഡ് കർവ് ആണ്. ദെൻ ആവറേജ് കോസ്റ്റും എന്താണ്? യു ഷേപ്പ്ഡ് കർവ് ആണ്. കൺഫ്യൂസ്ഡ് ആവരുത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാർജിനൽ കോസ്റ്റ്, അതിന്റെ ഷേപ്പും എന്താണ്? യു ഷേപ്പ്ഡ് കർവ് ആണ്. ഓക്കെ, സി ദിസ് ഈസ് അബൌട്ട് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ദെൻ ആവറേജ് ടോട്ടൽ കോസ്റ്റ്. ഇനി കൺസെപ്റ്റ് വളരെ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഞാനൊരു ടാബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദെൻ വി കൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് കൺസെപ്റ്റ്സ്. റൈറ്റ്, now we can discuss this table. Okay, part C യിൽ വരുന്ന section 1 and section 2, fixed cost, variable cost, total cost, then average fixed cost, average variable cost, then average cost. Right, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. എസ്സേയിലോ 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് നല്ല രീതിയിൽ പറയാൻ എക്സാമിൽ എഴുതാൻ പറ്റുന്ന ടേബിളാണ്. അതിൻ്റെ പുറമെ ഈ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ ഈ ഷെഡ്യൂൾ നിങ്ങളെ സഹായിക്കും. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. ഓക്കെ, ഇത്ര ഏരിയാസ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ഡീൽ ചെയ്യുക. സി ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ദിസ് ഈസ് ക്യൂ. ഓക്കെ, 6 യൂണിറ്റ് വരെ ഉൽപ്പാദിപ്പിക്കുന്നു. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവിൻ്റെ പ്രത്യേകത എന്താ? സി ഇറ്റ് ഈസ് ഓൾവേസ് 30. ഓക്കെ, 0 ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണെങ്കിൽ 30 ആണ്. 6th യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടിലും 30 ആണ്. അതെന്താ? ഡു നോട്ട് വാരി വിത്ത് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തു. ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് പ്രത്യേകത എന്താ? വേരി വിത്ത് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് 0 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റും 0 ആണ്. ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? യു ക്യാൻ സി 10, 8, 24 ഇങ്ങനെ വേരിയബിൾ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് വേരിയബിൾ കോസ്റ്റ് വേരി ഡയറക്ട്ലി വിത്ത് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. വെൻ ഔട്ട്പുട്ട് ഈസ് 0, വേരിയബിൾ കോസ്റ്റ് ഈസ് ആൾസോ 0. ഓക്കെ, അത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. നൗ വി ക്യാൻ ടേക്ക് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സി നമ്മൾ ഡിസ്കസ് ചെയ്തു. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഒരു പണിയില്ല, യു ക്യാൻ ജസ്റ്റ് ആഡ് ഇറ്റ്. ഹിയർ വെൻ ഔട്ട്പുട്ട് ഈസ് 0, ടോട്ടൽ കോസ്റ്റ് ഈസ് 30. ടോട്ടൽ കോസ്റ്റ് 0 ആവില്ല, അതിനെന്താ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 30 ആണ്. 30 പ്ലസ് 0, 30. ദെൻ ഔട്ട്പുട്ട് ഈസ് 1, 30 പ്ലസ് 10, 10 വേരിയബിൾ കോസ്റ്റ്, ദെൻ ഫിക്സഡ് കോസ്റ്റ് 30, ദെൻ യു വിൽ ഗെറ്റ് 40. ദെൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഈസ് 2, 30 plus 18, then total cost 48. Similarly, you can just read all these things. Right. But total cost curve നിങ്ങൾ ആ ഷേപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇറ്റ് ഈസ് goes on increasing. Okay. Total cost curve നമ്മൾ അത് ഡിസ്കസ് ചെയ്തു പ്രീവിയസ് സെക്ഷൻ. റൈറ്റ്. Now we can take average fixed cost. Average fixed cost curve പറയുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ട സംഭവം എന്ത്? Average fixed cost is equal to total fixed cost by Q. That is average fixed cost 0 ആകുമ്പോൾ okay, it is 0. Now level of output is 1, then average fixed cost also 30. That means total fixed cost 30 by Q, 30 by 1. 30 by 1 is equal to 30. Then average fixed cost continuously declining. That is this is the shape of the curve, rectangular hyperbola. That is average fixed cost continuously declines, but it will never touch the horizontal axis or it will never become 0. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കണം. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഒരു കാരണവശാലും എന്താണ് 0 അല്ല. കാരണം എന്താ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ന്യൂമറേറ്റർ പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം ഡിവിഷൻ റൂൾ പ്രകാരം ഡിനോമിനേറ്റർ എത്ര കൂടിയാലും എന്തായിരിക്കും? ഇത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ്ലി ഡിക്ലൈൻ ചെയ്യും, ബട്ട് പോസിറ്റീവ് എലമെന്റ് ആയിരിക്കും. യു ക്യാൻ സി 30, 15, 10 ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10. Average fixed cost is 10. Why? That is total fixed cost 30, then level of output is 3. 30 by 3 is equal to 10. Okay, ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക. Now average variable cost. That is average variable cost average variable cost is equal to total variable cost by Q. That is this is average variable cost is 10. Why? That is total variable cost is 10. 10 by 1, 10. Then it is 9. Why? Average variable cost is 9 because total variable cost is 18. 18 divided by level of output is 2. 18 by 2, 9. Then again you will get 24 by 3. You will get 8 and so on. Right. Now the last concept average cost or average total cost. Average cost this is total cost by Q
or you will get, average cost is equal to AFC plus ABC. It is also very simple. Average cost is 40. Why? Total cost is 40, then level of output is 1. 40 by 1 is equal to 1. Or you will get, 30 plus 10 by 1, you will get 40. Then it is 24. Why? Total cost is 48, 48 by 2, you will get 24. Then and so on. ഈ ടേബിളിൽ നിങ്ങൾക്ക് വളരെ കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. വൈ എ ബി സി ഈസ് യു ഷേപ്പ്ഡ്. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കൂ. ഇനീഷ്യൽ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നു? ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ദെൻ കോൺസ്റ്റന്റ് ആവുന്നു. ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കൂടുന്നു. സി യു ഷേപ്പ്ഡ്. ഇനീഷ്യൽ സ്റ്റേജിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറഞ്ഞു വരുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഗോസ് ഓൺ ഇൻക്രീസിങ്. ദിസ് ഈസ് യു ഷേപ്പ്ഡ് കർവ്. ദെൻ സിമിലർലി curve also U-shaped curve. Why? Initial stage എന്ത് ചെയ്യുന്നു? Average total cost or average cost is declining. 0, 40, 24, 18, 15.5. Then after a minimum point it will increase 16, 17. Okay. അപ്പോൾ ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ ആയാൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, സി ദിസ് ഈസ് അബൌട്ട് average fixed cost, average variable cost and average total cost or average cost. Okay, in the coming video, that is part D, we will discuss another interesting area, the relationship between average cost and marginal cost. Okay, അപ്പോൾ നിങ്ങൾ മനസ്സിൽ എന്ത് വേണം? ആവറേജ് കോസ്റ്റ് ഈ കൺസെപ്റ്റ് നിങ്ങളെ മനസ്സിൽ തറോ ആയിട്ട് വേണം. മാർജിനൽ കോസ്റ്റിൻ്റെ കൺസെപ്റ്റ് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ പറയും. ദെൻ റിലേഷൻഷിപ്പും ഡിസ്കസ് ചെയ്യും. ഓക്കെ, വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.